ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ മണ്ണൂർ ശിവക്ഷേത്രത്തിലെത്തിട്ടോ കൂട്ടുകാരെ. രാവിലെ അമ്പലത്തിൽ വന്നാട്ടെ ഗൈസ്, ഞായറാഴ്ചയൊക്കെയല്ലേ അമ്പലത്തിൽ വരാൻ വിചാരിച്ച്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മണ്ണൂർ അമ്പലമാണേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉള്ളിലൊക്കെ ഒന്ന് കയറി തൊഴുതൊക്കെ വരാം. അവിടെ വീഡിയോ എടുക്കാനൊന്നും അനുവദനീയമല്ല. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് ഒന്ന് പോയി വീഡിയോ എടുത്ത് വരാം. പ്രാർത്ഥിച്ചിട്ട് വരാം. അവിടെ പോയിട്ട് അമ്പലത്തിൻ്റെ ഒരു ഇതാ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. കണ്ടോ, നല്ല കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു ശിവക്ഷേത്ര കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നാരായം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ ആ ഒരു അമ്പലമാണ്. നമ്മളെ ഉർവശിയൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടൊക്കെയാണ് അഭിനയിച്ച ആ ഒരു രംഗമൊക്കെ. പിന്നെ ആ ആൽത്തറയാണത്. അങ്ങനെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അടിപൊളി വെച്ചാൽ അടിപൊളി. ഒരുപാട് തൊഴാനും ഒക്കെയുള്ളൊരു നല്ലൊരു അമ്പലമായിട്ടത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി തൊഴുതിട്ടൊക്കെ വരാം. വീടിൻ്റെ അടുത്തുനിന്നൊരു വീട് പാർക്കലുണ്ട്, അവിടെ പോകണം. അപ്പോൾ വേഗം അമ്പലത്തിലൊക്കെ വന്നിട്ടൊന്ന് പോകാൻ വിചാരിച്ചു. കുറേ ദിവസമായി അമ്പലത്തിലൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പോൾ ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം കേട്ടോ. നല്ല മഞ്ഞുള്ള സമയമാട്ടോ. ഒരു നേരം വെളുത്ത് വരണേ ഉള്ളൂ, അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഫുള്ള് മഞ്ഞാണ്. വെളിച്ചം വന്നു തുടങ്ങണേ ഉള്ളൂ. എന്തായാലും ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാട്ടെ ഗൈസ്. ഞങ്ങളെ നാട്ടിലെ അമ്പലം കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ഉള്ളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണേ കൂടുതലായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഞങ്ങൾ ഷീറ്റ് എഴുതിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലൊരു ആൽത്തറയാണ് കേട്ടോ. അപ്പോൾ ഷീറ്റ് എഴുതിക്കണമെങ്കിൽ ഈ ആൽത്തറേൻ്റെ അടുത്ത് തന്നെയാണ് അതിനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് നല്ല തിരക്ക് കുറവുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നല്ല തിരക്ക് വരും. അപ്പോൾ ഇന്ന് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് എഴുതിപ്പിക്കാനൊക്കെ പറ്റിയിട്ടോ. അല്ലെങ്കിൽ നല്ല വരിയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരുപാട് നേരം വഴുകുമല്ലോ. അപ്പോൾ അനീഷേട്ടൻ ഇവിടെ നിന്ന് കുറച്ച് പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഷീട്ടാക്കി. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ മുട്ട ഇറക്കുകയാണെങ്കിൽ തേങ്ങ ഒന്ന് കഴുകിയെടുക്കണ്ടേ. അപ്പോൾ അവിടെ പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനൊരു 2 തേങ്ങയാണ് കേട്ടോ. ഒന്ന് മുട്ട ഇറക്കാമല്ലോ വിചാരിച്ചിട്ട്, നമ്മുടെ വീടിനൊക്കെ വേണ്ടിയിട്ടേ ഒന്ന് മുട്ട ഇറക്കാൻ വിചാരിച്ചിട്ടു അങ്ങനെ 2 തേങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിയെടുത്തു കേട്ടോ. നമ്മൾ കഴുകാതെയും അമ്പലത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോകില്ല തേങ്ങയൊന്നും. അതിന് ഏതൊരു അമ്പലത്തിലായാലും നമ്മൾ തേങ്ങ കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ മുട്ട ഇറക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10 മിനിറ്റ് പോലും ഇങ്ങോട്ട് നടക്കാമില്ല കേട്ടോ. ഷോർട്ട് വഴി കൂടെ വരികയാണെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മണ്ണൂർ ശിവക്ഷേത്രം. ഒരു പുരാതന അമ്പലമാണ് കേട്ടോ. നല്ല അടിപൊളി, എന്താ പറയുക, കാണാനും ഒക്കെ നല്ലൊരു വൈബാട്ടോ. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയേ. ഉള്ളിലൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. നന്ദുമോളെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ അച്ഛനാണ് ഇവിടുത്തെ തിരുമേനി കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം വരുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ നല്ല കണ്ടുപരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണ് തിരുമേനി. അങ്ങനെ ഇവിടെ ശിവരാത്രിക്കൊക്കെ നല്ല ഉഗ്രം പരിപാടി ഉണ്ടാവും കേട്ടോ. നാടകവും ഡാൻസും കാര്യങ്ങളും പിന്നെ അന്നദാനവും കാര്യങ്ങളൊക്കെയുള്ള വലിയൊരു ശിവക്ഷേത്രം കേട്ടോ. അപ്പോൾ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ശിവക്ഷേത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള അറിവൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ വന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് എൻ്റെ അമ്മേൻ്റെ പാപ്പൻ്റെ മോളെ കുട്ടീനെയും ഭാര്യേനെയും ഒക്കെ കണ്ടു കേട്ടോ. അവരുടെ കല്യാണമാണ് ഈ ഞായറാഴ്ച. അപ്പോൾ അവരവിടെ സേവ് ദി ഡേറ്റ് എടുക്കാനൊക്കെ വന്നതാണ്. അപ്പോൾ അവരെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറാൻ ഇറങ്ങി കൊടുത്തൊന്ന് വീണ്ടും ഇറങ്ങി കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഡിക്കിയിൽ വെച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു എൻ്റെ ചേട്ടൻ. തേങ്ങയും പുഷ്പാഞ്ജലി കഴിച്ചതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ച് വണ്ടിയിൽ തൂക്കിയിടേണ്ട വിചാരിച്ചിട്ട് വീണ്ടും അനീഷേട്ടൻ ഹെൽമെറ്റൊക്കെ എടുത്ത് തലേന്ന് ഇറക്കി വെച്ച് ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ല വീഡിയോ എടുക്കാനും ഷോർട്സ് എടുക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. നല്ല പുരാതന വൈബ് തോന്നിപ്പിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. നമ്മുടെ ഇടവഴികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ആരും കാണാതൊക്കെ നമുക്ക് ഷോർട്സൊക്കെ എടുക്കാൻ നല്ലൊരു അടിപൊളി വൈബാട്ടോ. നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെയൊന്നും അങ്ങനെ ആരും എത്തിപ്പെടില്ല. നല്ല സ്ഥലമാണ്. പിന്നെ ഇതാ പോണ വഴി കടയിൽ കയറി മൈദ വാങ്ങിയിട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തി. പായസ വിതരണമാണേ. അമ്മയ്ക്ക് പായസം കൊടുക്കുന്നുണ്ട്. അമ്മ അമ്പലത്തിൽ പോകണമെന്നും പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാനും അമ്മയും പോകണമെന്നൊക്കെ വിചാരിക്കും. ഞങ്ങൾക്ക് പിന്നെ മടിയാവും. എന്തായാലും പാപ്പമോൾക്കും കൊടുത്തണ പായസം. എന്താ പാപ്പമോൾക്ക് ആദ്യമേ കൊടുത്തണേ, പക്ഷെ തിന്നില്ല ആള്. എന്താവോ ഓടിക്കളിക്കണേ. പാപ്പ പിണങ്ങി ഗൈസ്. ഈ പായസത്തിന്റെ ആളായിരുന്നു. ഇപ്പൊ പായസം കൊണ്ട് വന്നിട്ട് അതാ പിണങ്ങി പോണ്.
വരൂലാന്ന്. ആ മടി നോക്കിയമ്മേ വരില്ല. എന്തോ ഒരു പിണക്കം, പിണങ്ങി കിടക്കട്ടോ. ശുന്തിരി പെണ്ണെവിടെ? ശുന്തിരി പെണ്ണെവിടെ? അവിടെ പോയി കിടന്ന് ഗൈസ്. വേണ്ടക്ക് വേണ്ടാന്ന്. ആ കൂട്ടി വെച്ചോടുത്താളി. പോകും കൂട്ടു പോകും പോകുന്നേ. വെച്ചടിക്ക് അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചോളും. പാവാണ്. വീട്ടില് വെച്ചെടുക്കാൻ പോയതാട്ടെ ഗൈസ്. ഇവിടുന്ന് കുടിക്കില്ല. എന്തോ ഒരു പിണക്കോ. ഉള്ളു മാറി നടക്കുക പായസം വെച്ചെടുത്തിട്ട്. അല്ലെങ്കിൽ പായസം ചെന്നോണേ ഇനി ആൾക്ക്. എന്തായാലും കൂട്ടിൽ വെച്ചെടുത്തിന് കുടിക്കും. ചില സമയത്തൊക്കെ പോയി കുടിക്കും. നോക്കട്ടെ. അയ്യോ നല്ല രസം. എന്തായാലും ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കട്ടെ. മൈദ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഞാൻ അതൊന്നും ഉണ്ടാക്കട്ടെ. എന്തായാലും എനിക്ക് ലേശം തരുന്നേ. അങ്ങനെ ഞാനും അനീഷേട്ടനും കൂടി ഇനി പായസം കുടിക്കാനുള്ള പരിപാടിയിലാട്ടോ. എനിക്ക് കുറച്ച് കയ്യിൽ വെച്ച് തന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അബിക്കും നന്ദുമോൾക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്പലത്തിൽ പോയാൽ നമ്മളിത് കഴിപ്പിക്കൽ മസ്റ്റായിട്ടുള്ള പരിപാടി കേട്ടോ. നല്ല വീടിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലൊക്കെ നല്ലതാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് ആ പായസമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കുടിക്കുക കേട്ടോ. ഇനി ചായൻ്റെ പണിയൊക്കെ നോക്കാണ്ട്, ദോശയൊക്കെ ഉണ്ടാക്കാണ്ട്, ചോറും കറിയൊക്കെ റെഡി ആയിട്ടോ. ഞാൻ വരുമ്പോഴേക്കും അമ്മ അത് റെഡിയാക്കിന്. ഞങ്ങൾക്ക് പരിപാടിക്കും കൂടി പോകാനുള്ളതുകൊണ്ടാണേ. ഇനി ഞാൻ നേരെ അടുക്കളയിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കാൻ കയറി. മൈദ ദോശ കേട്ടോ. ആദ്യം നമ്മൾ മൈദയൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ മൈദയിൽ ഇങ്ങനെ എന്താ പറയുക, കട്ടയായിട്ടൊന്നും ഉണ്ടാവില്ല. മൈദ മിക്സിയിലിട്ട് ലേശം വെള്ളം കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ദോശയും കിട്ടും ചുട്ടെടുക്കുമ്പോഴേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തിരക്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ. അനീഷേട്ടൻ പിന്നെ പോയിട്ടോ അങ്ങോട്ടേക്ക്. ഞാനിവിടെ ചായയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അനീഷേട്ടൻ അങ്ങോട്ട് പോയി. അവിടെ കുറച്ച് സഹായിക്കാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ പോയിട്ടോ. ഇനി പണികൾ വെച്ചാൽ ഒന്ന് അടിച്ചു വരാനും കുറച്ച് തുണി മെഷീനിലിടാനും ഉണ്ട്. അതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പോകണം. പിന്നെ ഒന്ന് പുറത്തൊന്ന് തിരുമ്പൽ നടക്കില്ല. അതുകൊണ്ടാണ് മെഷീനിലിടാമെന്ന് വിചാരിച്ചത്. കാരണം കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി ചെറിയൊരു മടി വരും. അപ്പോൾ ഇനി കല്ലുമ്മലുള്ളതൊക്കെ നാളെ തിരുമ്പോൾ മെഷീനിലിടാനുള്ളതൊക്കെ കുറച്ച് ഇട്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും കൂടി അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ വീട് പാർക്കലിന് പോവാം കേട്ടോ, ഞാനും അമ്മയും. അപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം താഴേക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ കമ്മൽ? അനീഷേട്ടനും പോയിന്. അബി പോയില്ലേ? അബി സിനിമയ്ക്ക് പോയിന്. അതും ട്യൂഷനും. അപ്പോൾ ഞങ്ങളൊന്ന് പോയി ഫുഡൊക്കെ അടിച്ച് വരാം കേട്ടോ. നെയ്ച്ചോറും ചിക്കനാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു തരാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. നല്ല തിരക്കാട്ടോ. ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളിവിടെ എത്തുമ്പോൾ. നല്ല തിരക്കാണ്. കിട്ടിയ സ്ഥലത്തൊക്കെ നോക്കി ഇരുന്നതാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ആദ്യം ചോറ് കൊണ്ടുവന്ന് വെച്ചാൽ അപ്പം എല്ലാവരും ചോറ് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കുക എന്നുള്ള രീതിക്കാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പി നമുക്കുള്ള കറിയൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അമ്മയും ഞാനും പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് സീറ്റിൽ. അപ്പം നമ്മൾ ഉള്ളിടത്ത് പോയി ഇരുന്നതാണ്. കാരണം തിരക്ക് ഓവറായി തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പന്തലിൻ്റെ ഉള്ളിലുള്ളൊരവസ്ഥ. ഈ സമയം ആയപ്പോഴേക്കും തന്നെ ഭയങ്കര തിരക്കായി. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് പറയും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ നന്ദുമോളെ സ്കൂളിൽ നിന്ന് കൂട്ടി കൊണ്ടുവരും വേണം. അപ്പോൾ ഇതാ ഗാനമേളൊക്കെ ഉണ്ട്. നമ്മൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഗാനമേള കാണാൻ വേണ്ടി വന്നു കേട്ടോ. അനീഷേട്ടൻ ഇവിടെ ചെറുതായിട്ടുള്ളൊരു പണിയിലാണ്. ചിക്കൻ കറിയൊക്കെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നന്ദുമോള് വിളിച്ചാൽ നന്ദുമോളെ കൂട്ടിക്കൊണ്ടുവരാനും പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വിശേഷങ്ങൾ കൂടുതലായിട്ടൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാനും കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ, സീ യു.